അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ സൗഖ്യമാകും, നിങ്ങളൊരു അത്ഭുതം പ്രാപിക്കും എന്ന് മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നദികൾ നിങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങും. ഈ ശുശ്രൂഷകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ സൗഖ്യമായി, നിങ്ങൾ വിടുതൽ പ്രാപിച്ചു, നിങ്ങളെ ദൈവം സ്പർശിച്ചു, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു എന്ന് മാത്രമല്ല, ഇത് നിങ്ങളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. That's apostolic ministry. അപ്പോസ്തലിക ശുശ്രൂഷയുടെ ഒരു ഹോൾമാർക്ക് അതാണ്. പാസ്റ്റർ ശുശ്രൂഷിച്ചു, പാസ്റ്റർ ഒത്തിരി പേരെ സൗഖ്യമാക്കി, പാസ്റ്ററിലൂടെ ഭൂതങ്ങൾ പുറത്തുപോയി, പാസ്റ്ററിലൂടെ മന്ത്രവാദം കട്ടായി, ശാപങ്ങൾ മാറി. അത് ഒരു നിലവാരമാണ്. പക്ഷെ ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വിശ്വാസം നൽകുകയാണ്, കരുത്ത് നൽകുകയാണ്. ഇത് കേവലം മെസ്സേജ് അല്ല, ഇത് ജീവന്റെ ട്രാൻസ്ഫർ ആണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകം നിങ്ങളുടെ മേൽ ജമ്പ് ചെയ്യും, മാൻഡലുകൾ ജമ്പ് ചെയ്യും, പുതപ്പുകൾ നിങ്ങളുടെ മേൽ വരും, ശുശ്രൂഷകൾ കൈമാറപ്പെടുന്ന, ഹല്ലേലൂയ, നിയോഗങ്ങൾ കൈമാറപ്പെടുന്ന, അഭിഷേകങ്ങൾ കൈമാറപ്പെടുന്ന, ഇംപാർട്ടേഷനുകൾ സംഭവിക്കുന്ന, ട്രാൻസ്ഫറുകൾ സംഭവിക്കുന്ന സ്ഥലമാണിത്. This is a miracle zone. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. പൗലോസും ബർന്നബാസും അവരുടെ ആദ്യത്തെ മിഷണറി യാത്രയിൽ അവർ പോകുകയാണ്. അവർ ദൈവം പ്രാപിച്ചു, ദൈവശബ്ദം കേട്ടു. അന്ത്യോക്യയിൽ നിന്ന് ഭൂമിയെ കുലുക്കുവാൻ, ഏഷ്യയെ കുലുക്കുവാൻ നിയോഗമായി അവർ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവർ പട്ടണം തോറും പോകുകയാണ്. ആദ്യം ഐക്കോണിയം പട്ടണത്തിലേക്ക് പോയി, ഇക്കോണിയത്തിലേക്ക് പോയി, അത് കഴിഞ്ഞ് സ്വന്തം അവിടെ സുവിശേഷമൊക്കെ അറിയിച്ച് അവർ ലിസ്ട്ര പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് ഇന്ന് നാം ഒന്ന് ചിന്തിക്കുവാൻ പോകുന്ന. അത് കഴിഞ്ഞ് പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടെ ചിന്തിച്ച് സ്വന്തം ഹാലിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ലിസ്ട്ര പട്ടണത്തിൽ പൗലോസും ബർന്നബാസും സുവിശേഷം പറയുവാനായി അവിടെ കടന്നു ചെന്നു. 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ സുവിശേഷം അറിയിച്ചു പോകുന്നു. അവർ സുവിശേഷം എന്താ അറിയിക്കുന്നത്? സുവിശേഷം. അവർ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. ലിസ്ട്ര പട്ടണത്തോട് പൗലോസും ബർന്നബാസും അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കുകയാണ് ലിസ്ട്ര പട്ടണത്തിൽ. ആ സുവിശേഷ യോഗത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ജന്മനാ മുടന്തനായിരുന്ന, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന, കാലുകൾ ചലിക്കാത്ത, ബലഹീനമായിരുന്ന ഒരു വ്യക്തിയും ആ സുവിശേഷ പ്രസംഗം കേൾക്കുകയായിരുന്നു. പൗലോസ് വളരെ ശക്തിയോട് യേശു ആരാണ് എന്ന് അവിടെ പ്രസംഗിക്കുകയാണ്, വരച്ച് കാട്ടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ യേശു ചെയ്ത പ്രവർത്തികളെ ഇന്ന് നാം കേൾക്കുമ്പോൾ ഈ യേശു ലിസ്ത്രയിൽ ചെയ്തത് അത് തിരുവല്ല പട്ടണത്തിൽ ചെയ്യും. ഞാൻ പ്രവചിക്കുന്നു, ഇന്ന് ഈ മീറ്റിംഗ് ഈ ഹാളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മീറ്റിംഗ് അല്ല. This is a prophetic word. ലിസ്ത്രയിൽ സംഭവിച്ചത് തിരുവല്ല പട്ടണത്തിൽ സംഭവിക്കാൻ തുടങ്ങും. തിരുവല്ല ഗ്രൗണ്ടുകളിൽ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഈ അടയാളങ്ങളെ പ്രൂഫ് നൽകുന്ന യേശു ഉയർത്തി ജീവിക്കുന്നു. നമുക്ക് അതുകൊണ്ടൊന്ന് വിശ്വസിച്ച് നമുക്ക് ഒന്ന്. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നു. ഒരിക്കലും ഈ വ്യക്തി ഒരിക്കലും നടന്നിട്ടില്ല. കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷനുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണമേ, എങ്ങനെയാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക സൗഖ്യം ഒരു വ്യക്തിയിലേക്ക് വരുന്നത്? How does miracle happen? ഈ സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ട സാക്ഷ്യങ്ങൾ പറയുന്നത് miracles don't happen by accident. യാദൃശ്ചികമായി, ആക്സിഡന്റലായി ദൈവപ്രവൃത്തികളും അത്ഭുതങ്ങളും സംഭവിക്കുകയില്ല. ഈ ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ സ്വത്രം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വിശ്വാസം പൊങ്ങി വരട്ടെ. ആമേൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ലിസ്ത്രയിൽ ഈ മുടന്തൻ യേശുവിന്റെ സുവിശേഷ സത്വർത്തമാനം കേൾക്കുന്നത്. തന്റെ കാലുകൾ ചലിക്ക്, താൻ നടന്നിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കി, താൻ നടന്നിട്ടില്ല, തന്റെ കാലുകൾക്ക് ബലമില്ല. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ, പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടു, അവനെ ഉറ്റുനോക്കി. അതുകൊണ്ട് ഈ ശ്രദ്ധിച്ച് കേൾക്കുന്നവരെ എന്താ ദൈവദാസനെ ഉറ്റുനോക്കി, അർത്ഥം ദൈവത്തിന്റെ കണ്ണുകൾ ആ വ്യക്തിയെ സ്പോട്ട് ചെയ്യും. ആമേൻ, ആമേൻ. നീ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സുവിശേഷം കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഹല്ലേലൂയ ഒരു ദൈവദാസൻ അറിയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിഞ്ഞ് ആ കണ്ണുകളിലേക്ക്, ഒരു ദൈവദാസന്റെ കണ്ണുകളിലേക്ക്, ഒരു അഭിഷേകത്തിന്റെ കണ്ണുകളിലേക്ക്
ആ വ്യക്തിയെ സ്പോട്ട് ചെയ്യാൻ. അതെ, ആമേൻ, 2 ദിനവൃത്താന്തം 16-9 മുണ്ടിപ്പള്ളിയിൽ നാം കേട്ട അതേ വിഷയം. ദൈവത്തിന്റെ കണ്ണുകൾ, the eyes of the Lord, ദൈവത്തിന്റെ കണ്ണുകൾ, യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു. ഇന്ന് ഈ ഹാളിലും ഈ പട്ടത്തിന്മേലും ദൈവത്തിന്റെ കണ്ണുകൾ, പൗലോസിന്റെ കണ്ണുകൾ ഈ വ്യക്തിയെ സ്പോട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് ഗ്രഹിച്ചിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. കാലുകൾ ചലിക്കാത്ത കാലുകൾ, ഒരിക്കലും നടക്കാത്ത കാലുകൾ, തന്റെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയാത്ത കാലുകൾ. ഹല്ലേലൂയ. ഒരു സൃഷ്ടിക്കുന്ന അത്ഭുതം സംഭവിക്കുകയാണ്. This is a creation miracle. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി, ഒരു miracle. That's what we call a miracle. ഡോക്ടർമാർക്കും മരുന്നുകൾക്കും മെഡിക്കൽ സയൻസിനും നാച്ചുറൽ സയൻസിനും ചെയ്തെടുക്കുവാൻ കഴിയുന്നതിനപ്പുറമായി അമാനുഷികമായി ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ശക്തിയുണ്ട്. കാലം ഞാനങ്ങ് പ്രവചിക്കുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി സ്തോത്രം, എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ മുടന്തി കിടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആത്മാവ് ദേഹത്തിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ പാരലൈസ് ആയി കിടക്കുവാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളെ നടത്തുമാറാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. മേ ബി ദിസ് ഈസ് എ ജനറേഷണൽ പ്രോബ്ലം. പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം യേശുവിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? അവന് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. 2000 വർഷം കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെ ദൈവം ആ വലിയ രക്ഷ നേടിയെടുത്തു. നിന്റെ ആത്മാവിനും നിന്റെ ദേഹിക്കും നിന്റെ ദേഹത്തിനും ഒരു അത്ഭുതം നിനക്കായി കാത്തിരിക്കുന്നു. ഒരു അത്ഭുതം നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ വിഷയം എത്ര ഗൗരവമുള്ളതും എത്ര വലുതും അത് എത്ര നീളമുള്ളതും എത്ര ഗുരുതരമാണെങ്കിലും ഇന്ന് യേശു ആരാണ്? അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ യഹോവ റാഫയായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിന്റെ മുടന്തിന്റെ അവസ്ഥകളെ, നിന്റെ മുടന്ത് കാലുകളെ നടത്തുമാറാക്കുന്ന അനേകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസിന്റെ കണ്ണുകൾ ഈ വ്യക്തിയെ സ്പോട്ട് ചെയ്യുകയാണ്. ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ കാലുകൾക്ക് ചലനമില്ല. പക്ഷെ അവന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ ദൂതോടും പരിശുദ്ധാത്മാവിനോടും കണക്ട് ചെയ്യുക. യെസ്, ഐ ബിലീവ്. എന്തായിരിക്കും പൗലോസ് സുവിശേഷത്തിൽ പ്രസംഗിച്ചത്? He preached the whole gospel. Hallelujah. നിന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന ഒരു യേശുവിനെ മാത്രമല്ല പൗലോസ് പ്രസംഗിച്ചത്. നിന്റെ ദേഹം, നിന്റെ ദേഹി, നിന്റെ ആത്മാവിനെ ഒരേപോലെ രക്ഷിക്കുവാൻ കഴിയുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന, അടയാളങ്ങളെ കൊണ്ടുവരുവാൻ കഴിയുന്ന, വീര്യ പ്രവർത്തികളെ ചെയ്തെടുക്കുവാൻ കഴിയുന്ന, സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ. ഇന്ന് രാത്രിയും അങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ നടക്കണം. അതൊരു ഒഴുക്കായി, ഒരു ക്രിയേറ്റീവ് മിറക്കിൾസിന്റെ ഒരു തലം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങളില്ല. നിക്കോദീമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് വരിക. പെട്ടെന്ന് അവിടേക്ക് നമുക്ക് ഒന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാം. നിക്കോദീമസ് ആരായിരുന്നു? സംഘത്തിലെ ഒരു വളരെ സീനിയർ ലീഡർ ആയിരുന്നു. താനൊരു ഉപദേഷ്ടാവായിരുന്നു, താനൊരു ഗുരുവായിരുന്നു, റബി ആയിരുന്നു. പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൂപ്പനായിരുന്നു. പരീക്ഷന്മാരും ശാസ്ത്രിമാരും സദുക്കിനെല്ലാം യേശുവിനെ തിരസ്കരിക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ പ്രായമുള്ള, പാണ്ഡിത്യമുള്ള, പഴയ നിയമത്തിൽ പാണ്ഡിത്യമുള്ള സൻഹഡ്രിൻ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷന്മാരുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ടീമിൽ അംഗത്വമുള്ള ഈ പ്രായമുള്ള, ബുദ്ധിയുള്ള, കാഴ്ചപ്പാടുള്ള ഈ മനുഷ്യൻ വന്ന് യേശുവിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന്, രാത്രിയിൽ പരീക്ഷന്മാർ യേശുവിനെ വിമർശിക്കുകയാണ്. എന്തിനാണ് യേശു ഞങ്ങളുടെ സെറ്റപ്പും ഗെറ്റപ്പിനെയൊക്കെ ഇതുപോലെ ഭംഗപ്പെടുത്തുന്നത് എന്നൊക്കെ അവർ ആക്രോശിച്ചിരിക്കുമ്പോൾ ഇതാ അവരുടെ കൂട്ടത്തിൽ നിന്ന്, പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് യേശുവിനെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഈ പ്രായമുള്ള ഈ വൈദികൻ വരികയാണ് ആ മീറ്റിംഗിൽ. യെസ്, അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടാവായി. ബാക്കി പരീക്ഷന്മാർ പറയുക, ഇവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ദുരാത്മാക്കളെ പുറത്താക്കുന്നത്, ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പറയപ്പെടുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ആ കൂട്ടത്തിൽ. ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങൾ ഏത് കൂട്ടത്തിലാണെങ്കിലും ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതമല്ല, ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വിഭാഗത്തെയല്ല, ഒരു സഭയല്ല, ഒരു പാസ്റ്ററിനെ ഉയർത്തുകയല്ല. ഞങ്ങൾ ഉയർത്തുന്നത്
ജീസസ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുവിനെ അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രണ്ടാമത്തെ വാക്യം, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി നീ വന്നിരിക്കുന്നു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അറിയുന്നു. താൻ പറയുക, അറിയുന്നു. ദൈവത്തിന്റെ ഉപദേഷ്ടാവാണ്. ദൈവത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ്, പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ്, സ്വന്തം ദൈവഹിതം അറിഞ്ഞ്, ദൈവരാജ്യത്തിന്റെ ആ ഉപദേശകനായി യേശു അങ്ങ് വന്നിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ. അടുത്ത വാക്യം, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ, ദൈവം തന്നോടുകൂടെ അങ്ങയോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അപ്പോൾ പറയും. യേശു ആരാണ്? നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ, ഈ അത്ഭുതങ്ങൾ, ഈ ദൈവപ്രവർത്തികൾ, ഈ സൂപ്പർ നാച്ചുറൽ ഡിമെൻഷനിൽ യേശുവെ അങ്ങ് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ആരായിരുന്നു യേശു? അവൻ കുരുടന്മാരെ കണ്ണുകളെ തുറക്കുന്നവൻ, ഹല്ലേലൂയ. അവൻ മുടന്തരെ നടക്കുമാറാക്കുന്നവൻ, അവൻ ചെകിടരെ കേൾക്കുമാർ, ഊമരെ ആ കരമുയർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ്. നിക്കോദീമസ് പറയുക, അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ, the signs that you are doing, no man can do. പിശാചിനും ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ കഴിയും. False signs, wonders and miracles. പക്ഷെ അതിനും പിശാച് പ്രവർത്തിക്കുന്ന ഒന്നിനും ദൈവത്തിന് മഹത്വം കൊടുക്കുകയില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുകയില്ല. അത് സ്വയം കേന്ദ്രിതമായിരിക്കും. അതെന്തെങ്കിലും ഒരു ആചാരത്തിൽ കേന്ദ്രിതമായിരിക്കും. Jesus, we see a difference. You are from, അങ്ങ് ദൈവത്തിന്റെ ഉപദേശമാണ്. ദൈവത്തിൽ നിന്നാണ് അങ്ങ് പ്രവർത്തിക്കുന്ന ഈ അത്ഭുത അടയാളങ്ങളുടെ സ്രോതസ് ഒരു മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന്. ഇസ്രായേലിലെ ആ മുടന്തന്റെ കാലുകളെ സൗഖ്യമാക്കി സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്ത് ആ കാലുകളിൽ ദൈവത്തിന്റെ ജീവനും സൗഖ്യവും വ്യാപരിച്ചതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ആ ജീവൻ ഒഴുകി വരികയാണ്. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഹല്ലേലൂയ ചലനമറ്റ് പോയിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക്, അവസ്ഥകളിലേക്ക്, ഹല്ലേലൂയ, ദേഹം, ദേഹി, ആത്മാവിലേക്ക് ഈ ജീവൻ വരികയാണ്. ഈ മെസ്സേജ് കഴിഞ്ഞ് പാസ്റ്റർ കൈവച്ചു പ്രാർത്ഥിക്കാൻ വെയിറ്റ് ചെയ്യേണ്ട. ഹല്ലേലൂയ. ഇത് ഒഴുകി വരികയാണ്. ഹല്ലേലൂയ. ഈ ദൈവശക്തി ഒഴുകി വരികയാണ്. വിശ്വസിക്കുന്നവരിൽ ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. മുടന്തനായ, ഹല്ലേലൂയ, ജന്മനാ മുടന്തനായ, നടന്നിട്ടില്ലാത്ത കാലുകൾ, ഹല്ലേലൂയ, ബലമില്ലാത്ത ഈ മനുഷ്യൻ എത്ര പേരൊന്ന് വിശ്വസിക്കും? എവിടെയാണ് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഒഴുകുന്നത്? എവിടെയാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്? Where does God's miracle happen? When someone has an expectation, ആരോ പ്രതീക്ഷയോട്, ആരോ എക്സ്പെക്ടേഷനോട്, വിശ്വാസത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, let this expectation arise in you. Let this faith, ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഒന്ന്, നിങ്ങളുടെ വിശ്വാസം, ഹല്ലേലൂയ, കൂട്ടമായി അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം, ഹല്ലേലൂയ, ഒന്ന് ഉയരട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസഭ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഇതുപോലുള്ള അസാധാരണമായ ദൈവ പ്രവൃത്തിയുടെ ഒരു പ്രതലമായി കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് വീഴ്ച നമുക്ക് ദൈവത്തെ നന്ദി പറയാം. This becomes a zone of miracles. അസാധ്യതകളുടെ ഒരു അറീനയായി മാറും. നാം എല്ലാവരും ഒരുമിച്ച് നാം അതൊന്ന് ഏറ്റെടുക്കുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ. അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികൾ, അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ ദൈവം അങ്ങയോട് കൂടെ ഇല്ലെങ്കിൽ ആർക്കും ചെയ്യുവാൻ കഴിയില്ല. So Jesus is the God of signs, wonders and miracles. Amen. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിന്റെ 38-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചില പരീശന്മാർ, ശാസ്ത്രിമാർ യേശുവിനോട് വന്ന് വീണ്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. സാധാരണ സ്വന്തം ശുശ്രൂഷകളിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ചോദിക്കും, എന്തിനാണ് ഈ അത്ഭുതങ്ങൾ, എന്തിനാണ് ഈ അടയാളങ്ങൾ, എന്തിനാണ് ഈ വീര്യപ്രവൃത്തികളൊക്കെ? ഹല്ലേലൂയ. പലപ്പോഴും ഈ ഭാഗത്തെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ മധ്യത്തിൽ ദൈവസഭയിൽ, ആഗോള സഭയിൽ ഒരു ഉണർവ് നടക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും ആ ഉണർവിന്റെ ഭാഗമാണ് നാം. ഹല്ലേലൂയ. നാം കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു that God is working among his people. ദൈവം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, സൗഖ്യം, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്ന, കടഭാരത്തിൽ കിടക്കുന്നവരെ ഉദ്ധരിക്കുന്ന, ഡിപ്രഷനിൽ കിടക്കുന്നവരെ സ്തോത്രം ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം പെട്ടെന്ന് ആ ഭാഗത്തേക്ക് വന്ന് ആ ചോദ്യം 38, Matthew chapter 12 verse 38. Then some of the scribes and Pharisees said to Jesus, "Teacher, we want to see a sign from you." അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്,
ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് നല്ലൊരു ആഗ്രഹമാണ്. ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണിക്കുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. Teacher, we want you to perform a sign, a miracle. Hallelujah. യോഹന്നാൻ അപ്പോസ്തലൻ യേശു ചെയ്ത അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ലോകത്തില് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, അന്നത്തെ ലോകത്തിന്റെ ബുക്കുകളിൽ എഴുതി തീർക്കുവാൻ കഴിയാത്ത അസംഖ്യമായ യോബിന്റെ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ സൃഷ്ടിയുടെ ആദ്യ സമയങ്ങളുള്ള ഒരു ഭക്തൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി താൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം അല്ലേ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്. സ്തോത്രം, യേശുവിന്റെ ജീവിതത്തിലൂടെ യേശു ആരെ വരച്ച് കാട്ടുകയായിരുന്നു? യാഹോവേ ദൈവത്തെ. യോബ് പറഞ്ഞ ഈ യഹോവയായ ദൈവം ആരാണെന്ന് ദൈവത്തിന്റെ പുത്രനായ ഈ യേശു ജനങ്ങളുടെ മുമ്പേ വരച്ച് കാട്ടുകയാണ്. Jesus was demonstrating the Father. സ്തോത്രം, പാപികൾ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, രോഗികൾ കൂട്ടമായി സൗഖ്യമായി, ഭൂതഗ്രസ്ത സ്തോത്രം ഹല്ലേലൂയ വിടുതലുകൾ പ്രാപിച്ചു, ശാപത്തിൽ കിടന്നവർ ഹല്ലേലൂയ ഒരു സാധ്യതയുമില്ലാതെ അലഞ്ഞു കിടന്നവർ അവർ ജീവിതത്തിൽ സുഖം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് അവരുടെ ഡെസ്റ്റിനികൾ തിരിഞ്ഞ് അവരുടെ ജീവിതങ്ങൾ മാറി അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സുവിശേഷം അത്രേ യേശുവിന്റെ സുവിശേഷം. അസംഖ്യമായ അത്ഭുതങ്ങളെയും അടയാളങ്ങളെ, ആ അസംഖ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളും മിറക്കിളുകളിൽ നിന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ 7 അടയാളങ്ങൾ എടുത്ത് തൻ്റെ സുവിശേഷ പ്രസംഗം ദൈവജനത്തിന് മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ not miss Jesus. നിങ്ങൾ യേശുവിനെ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. He is the Son of God. ഈ യേശുവാണ് ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് മനുഷ്യകുലത്തിന്റെ പാപത്തിന് വേണ്ടി, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി, നമ്മെ ശാപവിമുക്തമാക്കുവാൻ, നമ്മെ ദുരാത്മ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന്, ആവിചാര മന്ത്രവാദ ഏത് പൈശാചിക കെട്ടിൽ നിന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ, സ്വതന്ത്രമാക്കുവാൻ കഴിയുന്ന, നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന 7 അത്ഭുതങ്ങളെ കാനാവിൽ സ്തോത്രം ഹല്ലേലൂയ വീഞ്ഞു തീർന്നു പോയി, വെള്ളത്തെ വീഞ്ഞാക്കി, അത്ഭുതങ്ങളുടെ ആരംഭം, അടയാളങ്ങളുടെ ആരംഭമായി, ഏറ്റവും വലിയ ഒരു അടയാളമായി. So who is Jesus? ആരാണ് യേശു? അത്ഭുതങ്ങളെ ആ കലയൊക്കെ എന്ന് വെച്ച് പറയാം. നിങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളും വീര്യപ്രവർത്തികളും നിങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഒഴുകി വരും. ലിസ്രയിലുള്ള ആ മനുഷ്യന്റെ കാലുകൾ സൗഖ്യമായതുപോലെ, ക്ഷണത്തിൽ സൗഖ്യമായതുപോലെ ഇന്ന് ഞാൻ പ്രവചിക്കുകയാണ്, ഇന്ന് ഞാൻ അങ്ങ് പറയുകയാണ്, നിങ്ങൾ അതൊന്ന് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്? ആമേൻ. When somebody expects, expectation. ഒന്ന്, you must recognize your miracle moment. നിന്റെ അത്ഭുതത്തിന്റെ സമയത്തെ നീ തിരിച്ചറിയണം. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ഒരു അത്ഭുതം പ്രാപിക്കണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി പ്രാപിക്കണമെങ്കിൽ, ഒരു സൗഖ്യം സംഭവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ആ നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഹീലിംഗ് മിറക്കിൾ ഫെസ്റ്റിൽ ആ നാഴിക വന്നിരിക്കുന്നു. കുരുടനായ ഭർത്തിമായി എരിക്കോ പട്ടണത്തിന്റെ വാതിലിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നടന്നു പോകുന്നു എന്ന് തന്റെ കണ്ണുകൾ കാണുവാൻ കഴിയുന്നില്ല, പക്ഷെ തന്റെ ചെവി കൊണ്ട് കേട്ടു യേശു കുരുട കണ്ണുകളെ തുറക്കുന്ന യേശു നടന്നു പോകുന്നു. That was his miracle moment. Hallelujah. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു മിറക്കൽ മോമെന്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. Let this night not pass away without you having your miracle. നിങ്ങളുടെ അത്ഭുതത്തെ പ്രാപിക്കാതെ ഈ നാഴിക അത് വിട്ടുപോകുവാൻ നിങ്ങൾ സംഭവിക്കരുത്. പൗലോസ് വന്ന് സ്തോത്രം ഹല്ലേലൂയ ബലാത്കാരമായി ലിസ്ട്രയിൽ ആ മനുഷ്യന്റെ കാലുകൾ പിടിച്ച് സൗഖ്യമാക്കിയതല്ല, പറഞ്ഞ സുവിശേഷം വിശ്വസിക്കുന്നു എന്ന് ആ ഹൃദയത്തിനുള്ളത്തിൽ ഒരു വിശ്വാസം വെളിപ്പെട്ടപ്പോൾ ഈ ലിസ്ട്രയിലെ മനുഷ്യനും ഭർത്തിമായ പോലെ ഹല്ലേലൂയ, he knew this is my miracle moment. Recognize your miracle moment. നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ഇതുപോലുള്ള കൂട്ടങ്ങൾ, ഇതുപോലുള്ള മീറ്റിങ്ങുകൾ, ഇതുപോലുള്ള സ്വന്തം സെറ്റപ്പുകൾ, എൻകൗണ്ടറുകൾ ഹല്ലേലൂയ ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള നാഴികയാണ്. എൻ്റെ അത്ഭുതത്തിന്റെ, എൻ്റെ വിടുതലിന്റെ, എൻ്റെ സൗഖ്യം എന്ന് പറയുമോ ഹല്ലേലൂയ, എൻ്റെ വിടുതലിന്റെ എവിടെയാണ് നിങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തി കാണേണ്ടത്? ആ കരമുയർത്തി നിങ്ങൾ ഒന്ന് വിശ്വസിക്കണമേ, അത് എൻ്റെ അത്ഭുതത്തിന്റെ നാഴികയാണ്, എൻ്റെ സൗഖ്യത്തിന്റെ നാഴികയാണ്. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ ഹല്ലേലൂയ യേശു നടന്നു പോവുകയാണ്. That was her miracle moment. അത് വിട്ടുപോയാൽ വിട്ടു. ഹല്ലേലൂയ.
ഈ അടുത്തൊരു സൈക്കിളിന് വേണ്ടി നിനക്ക് കാത്തിരിക്കണം. പക്ഷെ അവളുടെ സമയം തക്കത്തിൽ റെക്കഗ്നൈസ് യുവർ മിറക്കിൾ മൊമെന്റ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എന്ത് നല്ലൊരു ആഗ്രഹമാണ് ഈ സദൂക്യർ അല്ലെങ്കിൽ ഈ പരീശന്മാരും സ്വശാസ്ത്രിമാരും സ്തോത്രം വന്ന് കർത്താവിനോട് നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-ാമത്തെ വാക്യം. യെസ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. അടയാളങ്ങൾ നോക്കിയേ, ഇവര് വന്ന് എന്ത് നല്ലൊരു റിക്വസ്റ്റ് ആണ്. യേശുവെ, ഒരു അടയാളം കൂടെ ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കണമേ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന്. ഉടനെ യേശു അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ മനസ്സിലാക്കി അവരോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയുള്ള തലമുറയാണ് അടയാളങ്ങളുടെ പിന്നിൽ നടക്കുന്നത്? ഇത്ര വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന അടയാളമായി യേശു വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, അടയാളങ്ങളുടെ ഒരു പരമ്പകൾ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ വീണ്ടും ഒരു അടയാളം കണ്ട് വിശ്വസിക്കുക. അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ മനസ്സിലാക്കി, അവരുടെ അവിശ്വാസത്തെയും ഹൃദയത്തിന്റെ കാഠിന്യത്തെയും മനസ്സിലാക്കി യേശു വിരൽ ചൂണ്ടുകയാണ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. Hallelujah. Only an evil and an adulterous generation seeks for sign. ഈ വാക്കെടുത്തിട്ട് ഞങ്ങൾക്ക് അടയാളം വേണ്ട, ഞങ്ങൾക്ക് ദൈവപ്രവർത്തികളൊന്നും വേണ്ട, ഞങ്ങൾക്ക് അത്ഭുതം വേണ്ട, ഞങ്ങൾ കേട്ടങ്ങ് വിശ്വസിക്കും. യേശു അങ്ങനെ പറഞ്ഞത് സ്തോത്രം. ഹല്ലേലൂയ. അടയാളങ്ങൾ ചെയ്യാൻ വിമുക്തത ഉള്ളത് കൊണ്ടല്ല, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ്. ഹല്ലേലൂയ. അവിടെ വന്ന് പരീശന്മാരും ശാസ്ത്രിമാരും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ ആരംഭങ്ങൾ എടുത്തു നോക്കാം. നമുക്ക് പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 12 കൂട്ടസൗഖ്യങ്ങൾ നടക്കുകയാണ്. വലിയ ദൈവപ്രവർത്തികളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും നടക്കുകയാണ്. ഇത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികൾ നടന്നിട്ട് വീണ്ടും എന്താണ് ഒരു അടയാളം? It's a visible proof. അതൊരു തെളിവാണ്, ദൈവത്തിൽ നിന്നൊരു തെളിവാണ്. നമുക്ക് കണ്ട് തൊട്ട് രുചിച്ചറിയുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ഒരു തെളിവാണ്. നിങ്ങൾ സങ്കല്പിക്കണ്ട, നിങ്ങൾ ഊഹിച്ചെടുക്കണ്ട. God is present. ഒരു സൗഖ്യം നടക്കുമ്പോൾ, ഒരു അത്ഭുതം നടക്കുമ്പോൾ, ഒരു വിടുതൽ സംഭവിക്കുമ്പോൾ, ഒരു ഭൂതം വിട്ടുപോകുമ്പോൾ, ഒരു മുര അപ്രത്യക്ഷമാകുമ്പോൾ, മൈഗ്രെയിനുകൾ സൗഖ്യമാകുമ്പോൾ, എന്താ അത് വിളിച്ചു പറയുന്നത്? 6 മാസം സ്വന്തം നടുവേദനയുള്ള രാജമ്മ സഹോദരി സൗഖ്യമാകുമ്പോൾ ഡോക്ടർമാരെടുത്ത് പോയി കാണുമായിരിക്കും, മരുന്ന് കഴിച്ച് കാണുമായിരിക്കും. ഹല്ലേലൂയ. ഒരു സ്പർശനത്തിൽ, ദൈവത്തിന്റെ ഒരു സ്പർശനത്തിൽ, ഹല്ലേലൂയ, ഒരു വീഴ്ചയിലാണ് വേദന വന്നത്, അടുത്ത വീഴ്ചയിൽ അമ്മ സൗഖ്യമായി. This is a miracle. And more, 6 വർഷമായി ഭാരപ്പെടുക ചെറിയ വിഷയമാണ്, പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. സ്തോത്രം. സ്റ്റിറോയിഡ് പേട്ടുന്നു, മരുന്നുകൾ കഴിക്കുന്നു, ആന്റിബയോട്ടിക് കഴിക്കുന്നു, ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നു. അതിനൊന്നും തെറ്റല്ല. പക്ഷെ ആരാണ് യേശു? നിന്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളുടെ മേൽ നിനക്ക് വേണ്ടി സ്തോത്രം അനുകൂലമായി നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശുവാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ്. അവൻ അടയാളങ്ങളുടെ ദൈവമാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. ഹല്ലേലൂയ. ഒരു സബത്തിൽ കർത്താവ് പള്ളിയിൽ പോകുകയാണ്. 10-ാമത്തെ വാക്യം. യെസ്. അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവരോട് ചോദിച്ചു. പരീശന്മാരെല്ലാം കൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. യേശുവിനെ എങ്ങനെയെങ്കിലും എന്താ കുറ്റം ചുമത്തണം, എങ്ങനെയെങ്കിലും എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അതിലൊരു കുറ്റം, ഒരു വിഷയം, ഒരു പ്രശ്നം ഉണ്ടാക്കണം. യേശുവിന് വിരോധമായി. ഇതിന്റെ സ്രോതസ് എവിടെയാണ്? പരീശന്മാരിലല്ല, അവിടെ പ്രബലപ്പെട്ട് നിൽക്കുന്ന അന്ധകാരത്തിന്റെയും പൈശാചിക സാമ്രാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. യേശുവിനെ എതിർക്കുക, ദൈവപ്രവൃത്തിയെ എതിർക്കുക, ദൈവരാജ്യത്തിന് തടയിടുന്ന പോലെ ഉള്ള ചിന്തകൾ കൊണ്ടുവന്ന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന് വിരോധമായി. പക്ഷേ യേശു എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യം. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തൻ ഒരാടുണ്ട് എന്നിരിക്കട്ടെ, ഒരു ആടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ. കർത്താവ് പറയുകയാണ്, സ്തോത്രം, ശബത്തിൽ സൗഖ്യം ആക്കുന്നത് വിഹിതമോ? അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. 12-ാമത്തെ വാക്യം. യെസ്. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളത്, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്ന വിഹിതം തന്നെ എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, ശബത്ത് ആയിക്കോട്ടെ, ഏത് ദിവസം ആയിക്കോട്ടെ, നമ്മുടെ ഈ ദൈവം, ഈ യഹോവയായ ദൈവം നല്ലൊരു ദൈവമാണ്. He's a good father. ആ കരം ഒന്ന് ഉയർത്തി നമുക്ക് പറയാം. ഇന്ന് വിഷയങ്ങളും ഭാരങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിക്കുകയോ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അറിയുന്ന, നിങ്ങളെ ഓമനിക്കുന്ന, വാത്സല്യപ്പെടുത്തുന്ന, നിങ്ങളെ സൗഖ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളിലേക്ക് സ്വന്തം ഇറങ്ങുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അപ്പനത്തിനെ പിശാച് മോഷ്ടിക്കുകയും അറക്കുകയും മുടിക്കുകയും ചെയ്യുമ്പോൾ, when the thief comes to steal, kill and destroy, God comes to give life.
അവൻ നന്മ ചെയ്യുന്നവനാ. കരമുയർത്തി എത്ര പേര് വിശ്വസിക്കും? അവൻ നന്മ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. അവൻ നല്ലത് ചെയ്യുന്നവനാ. He is a good God. Hallelujah. And healing is good. Amen. Hallelujah. Hallelujah. Miracles are good. Hallelujah. Signs are good. Hallelujah. Wonders are good. Supernatural is good. Hallelujah. അടുത്ത വാക്യം. Yes. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. സ്വന്തം വരണ്ട കൈയുള്ള ഒരു മനുഷ്യനായിരുന്നു. വരണ്ട കൈ എന്ന് പറഞ്ഞാൽ പ്രവർത്തന ശൂന്യമില്ലാത്ത, ഉണങ്ങിപ്പോയ, രക്തം ഓടാത്ത, സ്തോത്രം ഹല്ലേലൂയ, ആ ശരീരത്തിന് ആ കൈ ഒരു ഭാരമായിരിക്കുന്ന, ജോലി ചെയ്യുവാൻ കഴിയാതെ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു യേശുവാണ്. ആ കൈ സൗഖ്യമായത് എന്ന് മാത്രമല്ല, അതൊരു അടയാളമാണ്. നീ എവിടെയെങ്കിലും പ്രയോജനശൂന്യമായിരുന്നു പോയോ? നിന്റെ സ്വപ്നം അസ്തമിച്ചോ? നീ ഒരു ക്രൈസിസിൽ, ഒരു ട്രാജഡിയിൽപ്പെട്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണോ? ഇന്ന് ഈ സൗഖ്യം, ഈ വരന്റെ കൈയെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ, അവിടേക്ക് ജീവൻ ഒഴുകുമ്പോൾ, പുനരുത്ഥാനം ഒഴുകുമ്പോൾ, അത്ഭുതം ഒഴുകുമ്പോൾ, അത് നമ്മോട് വിളിച്ചു പറയുന്നത് God doesn't want us to be stuck. നീ ഒരു ക്രൈസിസിൽ പെട്ട് ഹല്ലേലൂയ വട്ടം കറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. He wants to deliver you. He wants to free you. He wants to take you forwards. He wants to move you. He wants to give you life. അതെ 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 ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി കർത്താവ് സ്തോത്രം അത് ചെയ്യുകയാണ്. അവിടെ ഒരു വലിയ സൗഖ്യം. വായിക്കാം, തുറന്ന് വായിക്കാം. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. മറ്റേ കൈ പോലെ ആ കൈ. സ്തോത്രം. ആരാണ് യേശു? അവൻ സൗഖ്യങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ പ്രദാനം ചെയ്യുന്നു. ആമേൻ. വരന്റെ കൈയുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കും. അടുത്ത വാക്യം. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. ഓക്കേ, എന്തുകൊണ്ടാണ് ഈ വക്രതയുള്ള തലമുറ, ദുഷ്ടാഠ്യമുള്ള തലമുറ, വ്യഭിചാരം ചെയ്യുന്ന ഈ തലമുറ? അടയാളങ്ങൾ, അവർക്ക് അടയാളം കണ്ട് വിശ്വസിക്കാനല്ല, അതിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കി. പക്ഷെ ഇവരെന്താ, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നു, നന്മ നടക്കുന്നു, അതിന്റെ നന്മയൊന്നും കാണുവാൻ കഴിയാതെ ഇല്ലാത്തത് അല്ലെങ്കിൽ വിഷയമുണ്ടാക്കും. വാക്യം. യെസ്. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യെസ്. യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വിഷയം ഉണ്ടാക്കിയില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല, ബഹളം ഉണ്ടാക്കിയില്ല. യേശു അവരുടെ മനോഭാവവും ഹൃദയവും അവരുടെ കാഴ്ചപ്പാടൊക്കെ അറിഞ്ഞ് യേശു അവിടെ നിന്ന് പോയി. യെസ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. ഒരു വലിയ പുരുഷാരം യേശുവിന്റെ പിന്നിൽ പോയി എന്ന്. And he healed. ഒരു വ്യക്തിയെ സൗഖ്യമാക്കി, രണ്ട് വ്യക്തിയെ സൗഖ്യം അല്ല, അവിടെ കൂട്ട സൗഖ്യങ്ങൾ, മാസ് ഹീലിംഗ് നടക്കി. കൂട്ടമായി 10 കുഷ്ഠരോഗികൾ. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ കരയുക, ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതിൽ നിന്ന് 2 പേര് സൗഖ്യമാക്കി, ബാക്കി 8 പേര് നിങ്ങൾക്കൊന്ന് സൗഖ്യം, നിങ്ങൾ സൗഖ്യപ്പെടുത്തിയാലും ഒരു കാര്യം അല്ല. 10 പേര് കരഞ്ഞു. 10 പേര് അവരുടെ അത്ഭുതത്തിൽ നിന്ന് ആഴിക തിരിച്ചറിഞ്ഞു. 10 പേരെ കൂട്ട സൗഖ്യം. തിരുവചനത്തിൽ അനേക സ്ഥലങ്ങൾ അവന് എല്ലാവരെയും he healed them all. ആ കരമൊന്ന് വീശി പറയാം. Apostolic Living Faith ചർച്ചിന്റെ മക്കളെ, അവൻ എല്ലാവരെയും സൗഖ്യമാക്കി. അവൻ എല്ലാവരെയും സൗഖ്യമാക്കി. നമ്മുടെ സഭയിൽ എല്ലാവരും സൗഖ്യമാകണം. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാവരും സൗഖ്യമാകണം. എല്ലാവരും വിടുതൽ പ്രാപിക്കണം. ഒരാൾ പോലും ബലഹീനനായി അവരുടെ മധ്യയിൽ. ഈ ദൈവവചനം ഉപദേശിക്കുന്നതും അത് വീണ്ടും പഠിപ്പിക്കുന്നതും ഇത് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് പ്രഘോഷിക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വിശ്വാസം കണ്ടെത്തുമോ? പരിശുദ്ധാത്മാവിന് വിശ്വാസം കണ്ടെത്തുമോ? നമ്മെ ഒരു മിറക്കിൾ, ഹല്ലേലൂയ, ഒരു മിറക്കിൾ സെന്റർ ആക്കി മാറ്റുവാൻ എല്ലാവരെയും സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം. തന്നെ പ്രസിദ്ധമാകരുതെന്ന് അവരോട് ആജ്ഞാപിച്ചു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. 22ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ, അടുത്ത ഒരു കുരുടനും ഊമനായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അടുക്കൽ, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. ആദ്യം വരന്റെ കയ്യിലുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കി, പിന്നെ കൂട്ട സൗഖ്യങ്ങൾ നടക്കുകയാണ്. മൂന്നാമത് ദുരാത്മാവ് ബാധിച്ച് കുരുടനും ചെകിടനായിരുന്നു, ഊമനായിരുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരുന്നു. യേശുവിനെ അടുത്ത് കൊണ്ടുവരിക. ആരെയെ കൊണ്ടുവരുന്നേ? കുരുടനെ കൊണ്ടുവരികയാണ്, ചെകിടനെ കൊണ്ടുവരികയാണ്. ഭൂതം ദുരാത്മാവ് ബാധിച്ച ആ മണ്ഡലങ്ങൾ, രോഗത്തിന്റെ ആത്മാവ് ബാധിച്ച് രോഗത്തിൽ കിടക്കുകയാണ്. പക്ഷെ യേശു എന്താ ചെയ്യുന്നത്? യേശു അവരെ സൗഖ്യമാക്കി. One miracle after another miracle. Amen. One miracle after another miracle. Amen. One healing after another healing. Hallelujah. One wonder after another wonder. Hallelujah.
അത്ഭുതങ്ങളുടെ പരമ്പരകളാണ് നടക്കുന്നത്. ദൈവപ്രവർത്തികളുടെ പരമ്പരകളാണ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, സൗഖ്യങ്ങളും വിടുതലുകളും നടക്കുന്നു. അതിന്റെ മധ്യത്തിലാണ് ഈ പരീക്ഷന്മാർ വന്ന് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഒരു അത്ഭുതം, ഒരു അടയാളം. ഹല്ലേലൂയ. അപ്പോൾ യേശു അടയാളങ്ങൾക്ക് അവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എന്നിൽ നിന്ന് ഒഴുകുന്ന അത്ഭുതങ്ങൾ, എന്നിൽ നിന്ന് ഒഴുകുന്ന രോഗങ്ങൾ, ഇതെല്ലാം അടയാളങ്ങളാണെങ്കിൽ ഇപ്പോൾ കർത്താവ് സ്തോത്രം ഫോക്കസ് മാറ്റി പറയുക, ഹല്ലേലൂയ, ഞാൻ തന്നെ നിങ്ങൾക്കൊരു അടയാളമാണ്. I am the sign. യശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തെ നിവർത്തിക്കുകയാണ്. ഞാനും ദൈവം എനിക്ക് നൽകുന്ന മക്കളും ഞങ്ങൾ ഇസ്രായേലിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി തീരും. ഇപ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്തു, രോഗസൗഖ്യങ്ങൾ നടത്തി, അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, യേശു പറയുക, I am the sign. I am the sign. 39-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ, അടയാളം തിരയുന്നു. Seek signs for the right reason. Seek signs for the right reason. Signs are not bad. Wonders are not bad. Miracles are not bad. They prove and attest that God is alive. Hallelujah. That God is the God of miracles. Amen. Hallelujah. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ സ്വന്തം യോബ് ദൈവത്തെ മനസ്സിലാക്കിയത്, അസംഖ്യമാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. Unfathomable is his miracles. Innumerable are his wonders. ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. Our God is a good father. He is a God of miracles, signs and wonders. പിന്നെ യേശു പറയുന്ന ആ ഭാഗം ശ്രദ്ധിച്ചത് കേൾക്കണമേ. ആമേൻ. യെസ്. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. വേറൊരു അടയാളം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ കൂട്ടത്തോടാ പറയുന്നത്. ഹല്ലേലൂയ. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്താണ് യോന പ്രവാചകന്റെ അടയാളം? യെസ്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ, 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് സ്തോത്രം എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. സ്തോത്രം. നിനവേക്കാർ നോക്കി, യേശു കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോയി. പരീക്ഷന്മാരാണ്, ശാസ്ത്രിമാരാണ്, വചനം അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പാണ്ഡിത്യമുള്ളവരാണ്. അവർക്ക് അവരുടെ ഭാഷയിൽ കർത്താവ് മറുപടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അടയാളങ്ങൾ ചോദിക്കല്ലേ, ഞാൻ നിങ്ങൾക്ക് ദ സൈൻ, മനുഷ്യപുത്രനെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് മിസ് ചെയ്യുവാൻ കഴിയാതെ സ്തോത്രം ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു നാൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കും. ഹല്ലേലൂയ. യോന സ്തോത്രം ഹല്ലേലൂയ തിമിംഗലത്തിന്റെ വയറ്റിൽ സ്തോത്രം ആയതുപോലെ 3 രാവും 3 പകലും ഒരു മീനിന്റെ ഉള്ളിലായി 3-ാമത്തെ ദിവസം അവനെ ആ തിമിംഗലം സ്തോത്രം നിനവേയിലേക്ക് തന്റെ ദൗത്യത്തിലേക്ക് സ്തോത്രം പുറന്തള്ളിയതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലാകും. താൻ ക്രൂശിക്കപ്പെടും, മരിക്കും. അത് അവന്റെ അവസാനമായിരിക്കില്ല. അവനെ ഉയർത്തെണ്ണിക്കും. അത് നിങ്ങൾക്കൊരു അടയാളമാണ്. ഇന്ന് നിങ്ങൾക്ക് ഇതൊന്നും പിടിയിട്ടില്ലെങ്കിലും ഞാൻ കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെണ്ണിക്കുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ആ യാഥാർത്ഥ്യം മിസ് ചെയ്യരുത്. ഞാൻ ആരാണെന്ന്, എന്റെ ഐഡന്റിറ്റി. എന്ന് പറയാം, ആ കൈ വീഴ്ത്തി പറയാം. നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ, നിങ്ങളത് ഏറ്റെടുത്തില്ലെങ്കിൽ, ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കി എനിക്ക് വിരോധമായി തീർന്നാൽ എന്താ സംഭവിക്കുന്നത്? നിനവേക്കാർ ന്യായ ദിവസത്തിൽ അവരെണ്ണിച്ചെന്ത് ചെയ്യും? കുറ്റം വിധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇതൊന്നും ഗ്രഹിച്ചില്ലല്ലോ, ആരും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുവാൻ നിങ്ങൾക്ക് അവസരമില്ലാത്ത രീതിയിൽ നിനവേക്കാർ ആ ദിവസത്തിൽ, ന്യായ ദിവസത്തിൽ എഴുന്നേറ്റ് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുമെന്നല്ല, അവർ നിങ്ങളെ കാരണം എന്താണ്? അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. ഇതാ യേശു പറയുക, ഇതാ ഇവിടെ യോനയിലും വലിയവന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. Someone greater than Jonah is here. Hallelujah. ആമേൻ. യോനയുടെ കഥ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. നിനവേയോട് പറയുമ്പോൾ താൻ തർശീശിലേക്ക് ദൈവം പറയുന്നത് ഹല്ലേലൂയ തന്റെ ഹൃദയത്തിൽ തന്റെ സങ്കല്പം, തന്റെ ചിന്ത അത് കാണാം. താൻ ഇടറിപ്പോയി അല്ലേ? നിനവേയോട് പോകാൻ പറഞ്ഞപ്പോൾ തർശീശിലേക്ക് പോയി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വിട്ടോ? ദൈവം വിട്ടോ? ഇല്ല. പ്രവാചകനെ വിട്ടോ? യോനയുടെ പേരിന്റെ അർത്ഥം എന്താ? യോന എന്ന് പറഞ്ഞാൽ പ്രാവാണ്, ഡവാണ്, നിഷ്കളങ്കനാണ്. അതാണ് അവന്റെ പേര്. മറുതലിക്കാത്തവനാണ്, ദൈവത്തിന്റെ ദൂതനെ റെസിസ്റ്റ് ചെയ്യാത്തവനാണ്. പക്ഷെ എന്താ, ഈ അസിറിയക്കാരോട്, നിനവേക്കാരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇസ്രായേലിൽ കാണിച്ച ക്രൂര കൃത്യം കാരണം പ്രവാചകന്റെ ഹൃദയത്തിൽ, പ്രവാചകനാണ്, പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആരാ? ദൈവത്തിന്റെ ഹൃദയത്തെ ചുമക്കുന്നവനാണ്, ചുമക്കേണ്ടവനാണ്, ദൈവത്തിന്റെ ദൂത് ചുമക്കേണ്ടവനാണ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടവനാണ്. ഇവിടെ എന്താ, അവൻ ദൈവത്തോട് ഇടറി. അതുകൊണ്ട് നിനവേക്ക് പോകേണ്ടതിന് പകരം അവൻ തർശീശ് ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 750 യേശുവിന് 750 വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ ജീവിച്ച് പ്രവചിച്ച ഒരു പ്രവാചകനെ യേശു പറയുകയാണ്. ഹല്ലേലൂയ. ഇതാ യോനേക്കാട്ടിൽ വലിയൊരു പ്രവാചകൻ, ഒരു പ്രസംഗകൻ, ഒരു ഉപദേഷ്ടാവ്, a preacher and a prophet greater than Jonah is here. You have no excuse. യേശുവിനെ എന്നെ തിരസ്കരിക്കാൻ, സുവിശേഷം തിരസ്കരിക്കുവാൻ നിങ്ങൾക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു പഴുതുമില്ല. There is no reason. ദൈവത്തിന്റെ ദൂത് തിരസ്കരിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമുക്കറിയാം. എടുത്ത് കപ്പലിൽ നിന്ന് ഇറങ്ങു, ഒരു തിമിംഗലം വന്ന് തിന്നു. സ്തോത്രം ഹല്ലേലൂയ 3 ദിവസം അവിടെ കിടന്ന് സ്തോത്രം പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് സ്തോത്രം ശൂന്യമായി തീർന്നപ്പോൾ പിന്നെ തന്റെ ദൗത്യത്തിലേക്ക് സ്തോത്രം ദൈവം റിലീസ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ദൈവത്തെ അങ്ങ് അനുസരിച്ചാൽ സ്തോത്രം ദൈവത്തിന്റെ കാര്യം എളുപ്പമാണ്. നമ്മൾ ബസ്സിൽ പിടിച്ചാൽ അവിടെ ഇവിടെ നമ്മൾ സ്റ്റക്കായാൽ ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വചനം വന്ന് നാം റെസിസ്റ്റ് ചെയ്താൽ നമ്മൾ ദൈവത്തിന്റെ പണി കൂട്ടുക. ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. എന്തിനാണ് സ്തോത്രം അങ്ങനെയൊക്കെയുള്ള കഠിനമായ ചോദനകളിലൂടെയും സ്തോത്രം ഹല്ലേലൂയ ക്രമീകരണത്തിലേക്കൂടെ ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. പക്ഷെ എന്തായാലും യോനയുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവം ആരാണ്? നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. സ്തോത്രം. അവന്റെ ജ്ഞാനം, അവന്റെ ബുദ്ധി, പരിജ്ഞാനം അഗോചരമാണ്. His wisdom. അവിടെ പോകുന്നു, നിനവേ പട്ടണത്തിൽ പോകുന്നു. സ്തോത്രം. 3 ദിവസം യോന 3-ാം അധ്യായത്തിൽ യോന 3 ദിവസം ആ നിനേവ വലിയ പട്ടണത്തിൽ സ്വന്തം ചുറ്റി സഞ്ചരിച്ച് ഒന്നും പറയുന്നില്ല. ഇത് മാത്രം 40 ദിവസം കൊണ്ട് നിനേവ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ 40 ദിവസം കൊണ്ട് നിനേവ നശിച്ചു പോകും. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ 40 days and Nineveh will be destroyed. പ്രവാചകൻ ചിന്തിച്ചത് ആരും കേൾക്കത്തില്ലെന്ന്, ആരും മാനസാന്തരപ്പെടത്തില്ല. അറിയാം ദൈവം കരുണയുള്ള ദൈവമാണ്. ഇവര് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ ഇവരെ ദൈവം ന്യായം വിധിക്കത്തില്ലെന്ന് അറിയും. സ്തോത്രം. പക്ഷെ തന്നെ മെസ്സേജ് എന്താ? കർശനമാണ്. It was a strong message. 40 days. അസ്രീയ രാജാവ് സാധാരണ രീതിയിൽ ക്രോധിക്കേണ്ടതാണ്, ഇവനെ പിടിച്ച് പൂട്ടിയിടേണ്ടതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? രാജാവ് തൊട്ട് നിനവേലുള്ള ഏറ്റവും ചെറിയ വ്യക്തി പോലും ദൈവസന്നിധിയിൽ ഉപവാസത്തോട് രട്ടുടുത്ത് ദൈവസന്നിധിയിൽ അവരുടെ ദുർമാർഗങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവര് കൂട്ടമാനസാന്തരം. യോനയുടെ പ്രസംഗം ഭയങ്കര പ്രസംഗമായിരുന്നു, ഭയങ്കര പ്രസംഗമായിരുന്നു, ഭയങ്കര പ്രവചനമായിരുന്നു. അല്ല, ഇറ്റ് വാസ് എ സിമ്പിൾ മെസ്സേജ്. പക്ഷെ ഒരു രാജ്യം മൊത്തവും, ഒരു ദേശം മൊത്തവും യോന ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവിടെ വലിയ അടയാളങ്ങളില്ല, വലിയ അത്ഭുതങ്ങളില്ല, വലിയ വീര്യപ്രവൃത്തികളില്ല. പക്ഷെ യോനയുടെ പ്രസംഗത്തിൽ അവർ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവർ മുട്ടുമടങ്ങി. യേശു പറയാ, യോനേക്കാൾ വലിയ പ്രസംഗകനാണ് ഞാൻ, യോനേക്കാൾ വലിയ പ്രവാചകനാണ് ഞാൻ. എന്റെ ജീവിതത്തിലൂടെ സ്തോത്രം ഹല്ലേലൂയ നിക്കോദീമസ് യേശുവിന്റെ അടുത്ത് വന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങേക്ക് ചെയ്യണമെങ്കിൽ ദൈവം അങ്ങയോട് കൂടെ ഇല്ലെങ്കിൽ അത് ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറക്കിൾസ് നടക്കുകയാണ്, ദൈവപ്രവർത്തികൾ നടക്കുകയാണ്, നിഷേധിക്കുവാൻ കഴിയാത്ത. പക്ഷെ എന്തോ അവർക്കത് ഗ്രഹിക്കുവാൻ, വിശ്വസിക്കുവാൻ എവിടേക്കോ അവരുടെ മനസ്സുകൾ ഇടറിപ്പോയി, അവിടേക്കോ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം കഠിനമായി പോയി. യേശു താക്കീത് നൽകുകയാണ്. someone ആ കരം ഉയർത്തി പറയാം, യേശു ആരാണ്? നാം പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന യേശു ആരാണ്? He is greater than Jonah. ഒരു ദേശം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്തോത്രം ഹല്ലേലൂയ ഇടയാക്കിയ ആ പ്രവാചകനേക്കാൾ, ആ പ്രസംഗനേക്കാൾ, ആ സുവിശേഷനേക്കാൾ വലിയ സുവിശേഷകനും പ്രസംഗകനും പ്രവാചകനുമാണ് യേശു. Someone greater, something. യേശു എന്താ പ്രസംഗിക്കുന്നത്? ദൈവരാജ്യം, 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 ദൈവരാജ്യം. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഈ ദൈവരാജ്യം സ്തോത്രം ഹല്ലേലൂയ സകലത്തേക്കാൾ 2000 വർഷം ആയി ഭൂമിയിൽ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗമാണ്, മാനസാന്തരപ്പെടുവേൻ, മാനസാന്തരപ്പെടുവേൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ദൈവരാജ്യം കൊണ്ടുവന്ന യേശു പറയുകയാണ്, അസീറിയക്കാർക്കും നിനേവക്കാർക്കും ഇല്ലാത്ത വലിയ സൗഭാഗ്യമാണ് മക്കളെ, ജനമേ നിങ്ങൾക്കുള്ളത്. ഇവിടെ ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ മാത്രമല്ല, ദൈവരാജ്യം
ദൈവരാജ്യം, സ്വർഗം, ഈ അത്ഭുതങ്ങൾ, ഈ അടയാളങ്ങൾ, ഈ ദൈവപ്രവർത്തികൾ, ഈ വീര്യപ്രവർത്തികൾ, വെള്ളം വീഞ്ഞാങ്ങുന്നത്, 38 വർഷം പക്ഷപാതക്കാരൻ സൗഖ്യമാകുന്നത്, ഹല്ലേലൂയ, കുരുടർ കാണുന്നത്, മുടന്തർ നടക്കുന്നത്, ഭൂതഗ്രസ്തർ സൗഖ്യമാകുന്നത്, ഇത് നമ്മോട് വിളിച്ചു പറയുന്നു, ഇത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിൽ പൈശാചിക വാഴ്ച നടക്കുകയില്ല. അവിടെ രോഗത്തിന്റെ ആധിപത്യം കട്ടായി. അവിടെ ശാപങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. അവിടെ അടിമത്വമില്ല. Is it not a sign? Someone and something greater than Jonah is here. അടുത്ത വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. Yes. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടെ ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് തെക്കേ രാജ്യത്തിൽ നിന്ന് വന്ന ആ രാജ്ഞി, the queen of Sheba, the queen who came from the south. Hallelujah. സ്തോത്രം. സലോമോൻ, യെരൂശലേമിലുള്ള സലോമോന്റെ ആ ജ്ഞാനം കേട്ടു. ഒരു വാർത്ത അവിടെ എത്തി. സ്തോത്രം. സലോമോന്റെ ആ ജ്ഞാനത്തെ പറ്റിയും, സ്തോത്രം, തന്റെ ആ വിസ്തത്തെ പറ്റിയും ഒക്കെ കേട്ടപ്പോൾ എന്താ, സ്തോത്രം, ആഫ്രിക്ക, യമൻ, ആ ദേശത്തിൽ നിന്നൊക്കെ ഹല്ലേലൂയ പറയപ്പെടുന്നത് അവിടെ നിന്ന് വന്ന ഒരു രാജ്ഞിയാണ്. അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശു. സ്തോത്രം. നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഈ ദൈവരാജ്യം ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോനെ കാട്ടിൽ വലിയവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശു പറയുകയാണ്, ഹല്ലേലൂയ, ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ ജ്ഞാനമുള്ള ഒരു ദൈവത്തിന്റെ പുത്രനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യോനേക്കാൾ വലിയവനായ യേശു, പ്രവാചകന്മാരിൽ പ്രവാചകനായ യേശു, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവനായ. അതുകൊണ്ട് എന്താ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നിനേവക്കാർ മനസ്സാന്തരപ്പെട്ടു. ശേബരാഞ്ഞി മാനസാന്തരപ്പെട്ടു. അവിടുത്തെ ജനം മാനസാന്തരപ്പെട്ടു. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ, എങ്ങനെ യോന 3 ദിവസം മത്സ്യത്തിന്റെ അകത്തായിരുന്നോ അതുപോലെ ദൈവത്തിന്റെ പുത്രൻ യേശുവിനെ നമ്മൾ എത്ര പേര് തിരിച്ചറിയും? യേശുവിനെ എത്ര പേര് തിരിച്ചറിയും? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. We have no excuse. We have no excuse. നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന ഈ ദൈവപ്രവർത്തികൾ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ സാക്ഷ്യങ്ങൾ, മതപരമായി ജീവിച്ച ഒരു സഹോദരിയെ ദൈവം രൂപാന്തരപ്പെടുത്തി സുവിശേഷത്താൽ ആ വ്യക്തിയുടെ ജീവിതം മാറിയ സാക്ഷ്യം നാം കേട്ടു. സൗഖ്യങ്ങളുടെയും വിടുതലുകളുടെയും സാക്ഷ്യം നമ്മൾ കേട്ടു. We are without excuse. We are without excuse. യേശു പറഞ്ഞതുപോലെ, someone greater than Jonah, someone greater than Solomon. യോനയിൽ വലിയവൻ, യോനേക്കാട്ടിൽ വലിയവൻ, സലോമോനേക്കാൾ വലിയവൻ. ആ 2 കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ അങ്ങേ തിരിച്ചറിയുന്നു. യേശുവേ, 2000 വർഷങ്ങൾക്ക് ശേഷം, സ്തോത്രം, ഹല്ലേലൂയ, ഈ പുൽപിറ്റിൽ നിന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്കും ന്യായവിധി ദിവസത്തിൽ ഒഴിവ് പറയുവാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവ മനുഷ്യനല്ല, പാസ്റ്ററല്ല, ഒരു മനുഷ്യനോട് ദൈവം നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളോട് ഇടപെടുക, പൗലോസിന്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുക. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിരപ്പ് പ്രാപിക്കുക, be reconciled. 2 കൊരിന്ത്യർ 5 അതിന്റെ അവസാന ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. യെസ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ. പൗലോസ് പറയുകയാണ്, സ്തോത്രം, ദൈവമക്കളെ, ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നോക്കിയേ, പൗലോസിന്റെ ഹൃദയം നമുക്കൊന്ന് കാണാം. ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ നിരപ്പിന്റെ ശുശ്രൂഷ. This ministry of reconciling God has given to us. Yes. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ലോകത്തിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം, ഈ നിരപ്പിന്റെ ദൈവം മനുഷ്യൻ തമ്മിൽ നിരന്നുകൊള്ളുവാൻ, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി, ഞങ്ങൾ അംബാസിഡറുകളാണ്, ദൈവത്തിന്റെ അംബാസിഡറുകളാണ്, ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ പ്രതിനിധികളായി
ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഹല്ലേലൂയ. കരം ഒന്ന് ഉയർത്തി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം യേശു ആരാണ്? യേശു ആരാണ്? നിരപ്പിന്റെ ഹല്ലേലൂയ. മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന ഏക രക്ഷകനാണ്. വഴിയും സത്യവും ജീവനുമാണ്. നിത്യനാശത്തിൽ നിന്ന്, നിത്യന്യായവിധിയിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യമരണത്തിൽ നിന്ന് നമുക്ക് നിത്യജീവൻ നൽകുവാൻ ആ കരങ്ങളൊന്ന് ഉയർത്തി നമുക്കൊന്ന് ഏൽപ്പിക്കാം. നമുക്കൊന്ന് സമർപ്പിക്കാം. അത് യോനേക്കാൾ വലിയവനാണ് യേശു. ഏത് പ്രവാചകനേക്കാൾ വലിയവനാണ് യേശു. ഏത് ഉപദേഷ്ടാവിനേക്കാൾ വലിയവനാണ് യേശു. ഏത് ജ്ഞാനിയേക്കാൾ വലിയവനാണ്. ശലോമോനേക്കാൾ വലിയവനാണ് യേശു. ഏത് സമ്പ്രദായത്തെക്കാൾ, ഏത് മതത്തെക്കാൾ, ഏത് രാജ്യത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ രാജ്യം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഏൽപ്പിക്കാം, സമർപ്പിക്കാം. കർത്താവേ, ഇത് ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു.